ഇന്നത്തെ നമ്മളെ 3 മിനിറ്റ് സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇന്ത്യ നേപ്പാൾ ബോർഡർ ഇഷ്യൂസിനെ പറ്റിയാണ്. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബോർഡറിൻ്റെ ഇഷ്യൂസ് ഈയിടെയായിട്ട് കൂടുതൽ ഹൈലൈറ്റഡ് ആയി വരാൻ കാരണം ഇന്ത്യയും യു എസും തമ്മിലുള്ള ട്രേഡ് വാറാണ് അതിന് കാരണം. ഇന്ത്യയും യു എസും തമ്മിലുള്ള ടൈസ് മോശമായത് കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട് ലിപു ലേക്ക് പാസ് വഴി. സോ ഇതൊരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് ലിപു ലേക്ക് വഴി നടന്നിരിക്കുന്നത്. 2020 ഗാൽവാൻ വാലിയിലെ ഇഷ്യൂസിന് ശേഷം ഇങ്ങനൊരു ഡീഎസ്കലേഷൻ നയം ഉണ്ടാകുന്നത് ഇന്ത്യയും യു എസും തമ്മിലുള്ള ട്രേഡ് വാറിന് ഒരു പങ്കുണ്ട്. സോ എന്താണ് ഇതിൽ നേപ്പാളിൻ്റെ റോള്? നേപ്പാളിൻ്റെ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിപു ലേക്ക് തന്നെയാണ് ഇതിൻ്റെ ഇഷ്യൂ. ഈ ലിപു ലേക്ക് പാസ് എന്ന് പറയുന്നത് ഇന്ത്യയും ചൈനയും നേപ്പാളിൻ്റെ ഒരു ട്രൈ ജംഗ്ഷനായിട്ട് ഇരിക്കുന്നൊരു ഏരിയയാണ് ഈ ലിപു ലേക്ക് പാസ്. ഈ ലിപു ലേക്ക് പാസ് നേപ്പാളിൻ്റെ സോവറിറ്റിയിൽ പെടുന്ന ഒരു റീജിയനാണ് നേപ്പാളും. അതുപോലെ തന്നെ ഇന്ത്യ ഉത്തരാഖണ്ഡ് ഡിസ്ട്രിക്റ്റിൻ്റെ പാർട്ടാണെന്ന് ഇന്ത്യയും പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രശ്നം പറ്റിയത് ഈ ട്രീറ്റി ഓഫ് സെഗോലിയിലാണ്. ട്രീറ്റി ഓഫ് സെഗോലി 1816 ഇൻ്റർപ്രിട്ടേഷൻസിലുണ്ടായ ഡിഫറൻസ് ആണ് ഇതിലെ പ്രധാന പ്രശ്നം. സോ എന്താണ് ട്രീറ്റി ഓഫ് സെഗോലി എന്ന് നോക്കാം. ട്രീറ്റി ഓഫ് സെഗോലി പ്രകാരം കാളി റിവറിനെയാണ് ഈ രണ്ട് കൺട്രീസിൻ്റെ ബോർഡറായിട്ട് വെച്ചേക്കുന്നത്. കാളി റിവറിൻ്റെ ഒറിജിനെ ചൊല്ലിയാണ് പ്രശ്നം. ഈ ഒറിജിൻ രണ്ട് രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തത് കാരണമാണ് ഇവർ തമ്മിലുള്ള ഈ ലിപു ലേക്ക് എവിടെയാണെന്നുള്ള കാര്യം തർക്കം വന്നത്. സോ നമുക്ക് കാളി റിവർ എവിടെയാണെന്ന് നോക്കാം. കാളി റിവർ എന്ന് പറയുന്നത് ഇത് ഇവിടെ മുതൽ ഒഴുകി ഇങ്ങനെ പോകുന്നൊരു നദിയാണ് കാളി റിവർ എന്ന് പറയുന്നത്. നേപ്പാളിൻ്റെ ക്ലെയിംസ് പ്രകാരം കാളി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്ന ഈ ലിംബിയാതുര എന്ന് പറയുന്ന ഈ റീജിയനിലായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ ഈ കാളി റിവറിൻ്റെ ഇങ്ങോട്ടുള്ള ഈ പോർഷൻസ് നേപ്പാളിൻ്റെ പാർട്ടാണെന്ന് പറയുന്നത്. സോ അത് പ്രകാരം ലിംബിയാതുര, കാലാപാനി, ലിപു ലേക്കെല്ലാം നേപ്പാളിൻ്റെ പാർട്ടായി മാറും. അതേസമയം ഇന്ത്യ പറയുന്നത് ഈ പറയുന്ന കാളി റിവറിൻ്റെ ഒറിജിൻ കാലാപാനി വില്ലേജ് ആണെന്നാണ്. സോ ഇന്ത്യ അതേ ഇവിടുന്നാണ് കാലാപാനി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അത് കാരണം ഈ പറയുന്ന ലിപു ലേക്ക് പാസ് ഇന്ത്യയുടെ ഉത്തരാഖണ്ഡ് ഡിസ്ട്രിക്റ്റിൽ പെടുന്ന ഒരു സ്ഥലമാണെന്ന് ഒരു പാസ്സാണെന്നാണ് ഇന്ത്യ പറയുന്നത്. സോ ഈ രണ്ട് ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻസ് കാരണമാണ് ഇവർ തമ്മിൽ ഈ തർക്കം ഇപ്പോഴും തുടരുന്നത്. ഇനി ഇന്ത്യ ഇത് പണ്ട് തൊട്ടേ, അതായത് വർഷങ്ങളായിട്ട് ട്രേഡ് ആക്ടിവിറ്റികൾക്കും അതുപോലെ തന്നെ കൈലാഷ് മാനസരോവർ പിൽഗ്രിമേജിനും ഒക്കെ യൂസ് ചെയ്യുന്നു. ഇന്ത്യ ചൈന ബോർഡർ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിക് ഡിഫൻസ് പാർട്ടും കൂടെയാണ് ഈ ലിപു ലേക്ക് പാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ട്രേഡ് റീസ്റ്റാർട്ട് ഇന്ത്യ ചൈന തമ്മിൽ നടന്നിട്ടുമുണ്ട്. സോ ഇതെല്ലാം കാരണം ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പാസ്സാണ് ഇന്ത്യക്ക്. ഇപ്പം നേപ്പാൾ 2020 ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ മാപ്പിൻ്റെ പാർട്ടാക്കി ലിപു ലേക്കിനെ മാറ്റി. അതുപോലെ തന്നെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് നടത്തി ലിപു ലേക്കിനെ അവരുടെ പാർട്ടാക്കി മാറ്റി. ഈ ഒരു പ്രശ്നം തീർക്കാൻ ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഡയലോഗും ഡിപ്ലോമസിയും തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് പാർട്ട്. അതായത് നേപ്പാൾ പ്രൈം മിനിസ്റ്റർ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഡയലോഗിലും ഡിപ്ലോമസിയിലൂടെയൊക്കെ ഇതിലൊരു പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതും ഒരു എസ്കലേറ്റഡ് സോൺ ആയിട്ട് മറ്റുള്ള ഇന്ത്യക്കുള്ള ബോർഡർ ഇഷ്യൂസ് പോലെ തുടരാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇന്നത്തെ 3 മിനിറ്റ് സീരീസിലെ ഇന്ത്യ നേപ്പാൾ ബോർഡർ ഇഷ്യൂ.